Hi friends, welcome back. 20,000 രൂപയ്ക്ക് താഴെ ഒരു അടിപൊളി ഫോൺ വേണം, അതിൽ എല്ലാ സംവിധാനങ്ങളും വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ് ഫോൺ ആണ് 20K എന്ന് പറയാവുന്ന IQOO C7. സോ ആദ്യം തന്നെ കേട്ടപ്പോൾ ഒരു ഇംപ്രഷൻ തോന്നിയില്ലേ, ഇത്ര നല്ലതാണോ എന്ന്? ശരിക്കും ഇതിന് നല്ലതാണ് ഈ ഫോൺ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ബെസ്റ്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് ഓഫ് അടക്കം നോക്കിയാൽ ഇതിന്റെ പ്രൈസ് 17,500 വരുന്നത്. ആ പ്രൈസിന് Dimensity 920 എന്ന് പറയുന്ന കിഡിലം പ്രൊസസർ കൊടുക്കുന്നുണ്ട്. 64 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള 4K റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉള്ള ക്യാമറയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഇത്രയും പറയുമ്പോൾ തന്നെ ഇത് ഒരു കിടിലൻ സംഗതിയാണ് ഈ പ്രൈസിന് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഷോർട്ടായിട്ട്. ആദ്യമായിട്ട് ഈ ഫോണിന്റെ ബോക്സിൽ പതിവായിട്ട് വരുന്നതൊക്കെ തന്നെയാണ്. ഇത് ക്യുക്കായിട്ടൊന്ന് കണ്ടോളൂ. ഒരു കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ചാർജർ, ചാർജിങ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ്. കൂടുതലൊന്നും വിശദീകരിക്കണ്ടല്ലോ, ഫോണിലേക്ക് വരാം. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്, ഈ ഒരു ഫോണിനെ ബെസ്റ്റ് ഫോൺ ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് Dimensity 920 എന്ന് പറയുന്ന പ്രൊസസറാണ്. സ്നാപ്ഡ്രാഗൺ 695 ബെറ്റർ ആയ പ്രൊസസറാണ്. അതിനേക്കാൾ ബെറ്റർ ആയ കപ്പാസിറ്റി ഉണ്ട്. ഈ 4K റെക്കോർഡിംഗ് ഒന്നും ഈ 695 കിട്ടില്ല, ബട്ട് ഇതിലതൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ആയ പ്രൊസസറാണ് പെർഫോമൻസിലും ക്യാമറയുടെ കാര്യത്തിലും. നോർമൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല, ഒരു ഇഷ്യൂസും ഇല്ല. പക്ക സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. അൾട്രാ ഗെയിം മോഡ് എന്ന് പറയുന്ന ഗെയിം മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷനുകൾ ആ ഒരു സൈഡ് ബാറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവര്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ മോഷൻ കൺട്രോൾ പോലുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഗൈറോസ്കോപ്പ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് പല ആക്ഷനുകളും ട്രിഗർ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകളിൽ 1200 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് റെസ്പോൺസ് റേറ്റ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ആ ഗെയിമുകൾ കളിക്കുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം പ്ലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് റെസ്പോൺസീവ് ആയിട്ട് നടക്കുന്നുണ്ട്. PUBG ന്യൂ സ്റ്റൈലിലൊക്കെ 90 FPS വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും. സോ തീർച്ചയായിട്ടും നല്ല ഗെയിമിംഗ് പെർഫോമൻസും നോർമൽ യൂസിലെയും നല്ല പെർഫോമൻസും ഒക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ 4,80,000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ UI ഫണ്ട് ചോയ്സ് 13 ആണ്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. കുറച്ച് ബ്ലോട്ട് വയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പതിവായിട്ട് വരുന്നത് തന്നെയാണ്. ആവശ്യമില്ലാത്ത കുറേ എണ്ണമൊക്കെ നമുക്ക് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്താണ്. വേറെ ബഗ്ഗുകളൊന്നും കണ്ടില്ല. മാത്രമല്ല UIയിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ UI കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കളറൊക്കെ മാറ്റി കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ളൊരു ഓപ്ഷനും കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് iManager പോലുള്ളൊരു സംഗതിയുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്പേസ് ക്ലീനിങ് പോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റോ നെറ്റ്വർക്ക് സ്പീഡ് ടെസ്റ്റോ, അതും അല്ലെങ്കിൽ കൂളിംഗ്, ഫോൺ കൂളാക്കാൻ. അതായത് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ വന്ന് ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുന്നതിനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൂളാക്കി എടുക്കുക. അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതും ഒരു നല്ല സംവിധാനമായിട്ടുണ്ട്. iManager അതിനകത്ത് കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോൺ ടച്ച് ചെയ്യാം. ക്യാമറയിൽ ഇതേ പ്രൊസസർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാമറയിൽ 4Kയിൽ നമുക്ക് വീഡിയോ സ്റ്റേബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ നന്നായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമുക്ക് വളരെ നന്നായിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 20,000 താഴെയുള്ള ഒരു ഫോണിൽ ഇങ്ങനെ ഒരു സംവിധാനം വളരെ ഇപ്പോൾ റയർ ആയിട്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ക്യാമറ സെറ്റപ്പ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. എങ്കിലും ഇമേജുകൾ കൂടി കണ്ടു നോക്കൂ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. മെയിൻ ക്യാമറ ഇമേജുകളും സെൽഫി ഇമേജുകളും പല ലൈറ്റിംഗ് സിറ്റുവേഷനുകളിൽ ഞാൻ എടുത്ത എല്ലാ സാമ്പിളുകളും ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഈ ഫോണിന്റെ ക്യാമറകൾ നമുക്ക് തരുന്നത്. സെൽഫി വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസന്റ് ആയ ക്വാളിറ്റി തന്നെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഇത്തവണയും കാര്യമായ സ്റ്റെബിലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത് ഇവിടെയും ഒരു ചെറിയ പോരായ്മയായിട്ട് ക്യാമറയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല 4K അടക്കം ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ 20,000 താഴെ കിട്ടുന്നു. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh ബാറ്ററിയാണ്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ചാർജിംഗ് ഒന്നും കുഴപ്പമില്ല. ബാറ്ററി ലൈഫ് കുഴപ്പമൊന്നും കാണുന്നില്ല. നിങ്ങൾ അഗ്രസീവായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പൊടിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നിയേക്കാം. എങ്കിലും നോർമൽ യൂസിലൊന്നും ബാറ്ററി ലൈഫിൽ ഒരു ഇഷ്യൂ ഇല്ല. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് വരുന്നത് ഫണ്ട് ചോയ്സ് 13ലാണ്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഡുവൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. 5G ബാൻഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. Wi-Fi 6ഉം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് സാരം. പിന്നെ എക്സ്റ്റൻഡഡ് റാം 8GB റാമിന്റെ ഫോൺ വരുമ്പോൾ നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ 8GB കൂടി നമുക്ക് എക്സ്റ്റൻഡഡ് റാം ആഡ് ചെയ്തുകൊണ്ട് മൊത്തം 16GB പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റൻഡഡ് റാം 3.0 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സാരം. പിന്നെ മാത്രമല്ല ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. 7.8 mm തിക്നെസ്സേ ഉള്ളൂ. 173 ഗ്രാമിന്റെ വെയിറ്റേ ഉള്ളൂ. ബോക്സ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി കംഫർട്ട് കൂടിയുള്ള ഒരു ഫോണാണെന്ന് സാരം. ഇത് 2 കളറിലാണ് വരുന്നത്. നോർവേ ബ്ലൂ, പസഫിക് നൈറ്റ്.
നമ്മുടെ കയ്യിലിരിക്കുന്നത് ആ നൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കളർ ഷിഫ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. ഇതിലിപ്പോൾ വേറെ ഷിഫ്റ്റ് ഒന്നുമില്ല, ഈ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഷിഫ്റ്റ് മാത്രമേ ഇതിൽ കാണാനുള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ ഒരു ചെറിയൊരു വര പോലെ ഈ സംഭവം മാത്രമേ ഇതിലുള്ളൂ. മറ്റേ കളറായിരുന്നെങ്കിൽ, ഒരു ലൈറ്റ് കളറായിരുന്നെങ്കിൽ കുറച്ച് കളറിൻ്റെ ഒക്കെ ഒരു ചേഞ്ച് കാണാമായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ സ്കോട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്ട്രോങ് ആയ ബിൽറ്റ് ഒക്കെയാണ് വരുന്നത്. IP54ൻ്റെ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്, പെട്ടെന്ന് വെള്ളം തെറിച്ചാലും അകത്ത് കയറൊന്നുമില്ല. സോ കൺസ്ട്രക്ഷൻ ഒക്കെ നല്ല ക്വാളിറ്റി ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് നോക്കിയാൽ താഴെ മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ വോളിയം പവർ ബട്ടണുകൾ, ടോപ്പ് സൈഡിൽ സെക്കൻഡറി മൈക്രോഫോണും ഹൈബ്രിഡ് സിം സ്ലോട്ടും കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഇനി ഇതിൻ്റെ പോരായ്മകൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും കാണുമെന്ന്. അതെന്താണെന്നുള്ളത് ഇനി പറഞ്ഞു തരാം. ഓൾറെഡി അത് കമന്റിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ആ ഒരു ചടങ്ങ് ഞാൻ നടത്താം. 6.38 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. യൂട്യൂബിലൊക്കെ നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ HDR തന്നെ കണ്ടന്റുകൾ കാണാൻ സാധിക്കും. ഈവൻ നെറ്റ്ഫ്ലിക്സിൽ വരെ HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വിഷ്വൽ എക്സ്പീരിയൻസിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷെ ആ ഒരു നോച്ച് ഡിസൈൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. ചിലരൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ശീലിച്ചു പോയോ, കാരണം ബ്രാൻഡുകൾ ഇപ്പോൾ ഇത് തന്നെയാണ് തരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. അത് ഒരു ചെറിയ ഇഷ്ടക്കേടായിട്ട് എല്ലാവർക്കും തോന്നാനുള്ള സാധ്യതയുണ്ട്. താഴത്തെ ചിഹ്നമൊക്കെ ഇച്ചിരി കട്ടി കൂടുതലായിട്ട് തോന്നുന്നു, അതും എനിക്കൊരു ഇച്ചിരി ഇഷ്ടക്കേടായിട്ട് തോന്നി. പക്ഷേ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ, അത് തീർച്ചയായിട്ടും നന്നായി. പലരും സൈഡ് മൗണ്ടഡിലാണ് നിൽക്കുന്നത്, ഇവർ ഇൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു, തീർച്ചയായിട്ടും നല്ല കാര്യം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കാൻ സാധ്യതയുള്ളത്, ഈ ഒരു വിലയ്ക്ക് എത്തുമ്പോൾ ഒരു 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുക്കാമായിരുന്നു. ഇവിടെ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുള്ളൂ. ഗെയിമിലൊക്കെ 90 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടിയ ഗെയിം 120 ഹെർട്സിന്റെ ഗെയിമൊന്നും കളിക്കാനുള്ളൊരു പവർ ഇത്തരം ഫോണുകൾക്ക് ഉണ്ടാവില്ല. സോ 90 സഫീഷ്യൻ്റ് ആണ്. എങ്കിലും 120 ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു താളമായേനെ അല്ലേ. ഇതും മാത്രമല്ല, ഒരു പോരായ്മ കൂടി ഞാൻ ഈ ഫോണിൽ കണ്ടെത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ പോലുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് ഈ പ്രൈസിൽ തീർച്ചയായിട്ടും വേണ്ടതായിരുന്നു. അവരതും മിസ്സാക്കിയിട്ടുണ്ട്. ഉള്ള സിംഗിൾ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത്. വലിയ കുഴപ്പമില്ല എന്ന് പറയാമെന്നല്ലാണ്ട് അപ്പടി നല്ലതെന്ന് പറയാൻ തോന്നിയില്ല. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും വേറെ പ്രശ്നമില്ല. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ ഉൾപ്പെടുന്നുണ്ട്. റിയർ സൈഡിൽ 64 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതും ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പ്രത്യേകം ഓർത്ത് വെക്കാം. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, പകരം 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട് വെറുതെ. ആക്ച്വലി ഈ ഫോൺ ഇപ്പോഴേക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 21-ാം തീയതിയാണ് ഇതിൽ ലോഞ്ച് വരുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ HDFC അല്ലെങ്കിൽ SBI കാർഡിന്റെ 1500 രൂപയുടെ ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ട് അടക്കം നമ്മൾ ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ 17,500 രൂപയ്ക്ക് ഈ പറഞ്ഞ ഫോൺ കിട്ടും. ഈ വിലയ്ക്ക് ഇത് സെഗ്മെന്റ് ബെസ്റ്റ് ഫോണാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിന്റെ സർവീസിനെ കുറിച്ച് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട, IQOOന്റെ എല്ലാ ഫോണുകളും വിവോയുടെ സർവീസ് സെന്ററുകളിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കിട്ടും. ഇതിന്റെ പോരായ്മകൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലാണ് ഈ ഫോൺ നിങ്ങൾക്ക് ബെസ്റ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.